സൂറത്തുൽ ഫാത്തിഹയിലെ 5-ാമത്തെ ആയത്ത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതാണല്ലോ. അവിടെ ഇയ്യാക എന്നിടത്ത് യാഇൻ്റെ ഷദ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. നഅ്ബുദു എന്ന ഐൻ അവിടെ ശ്രദ്ധാപൂർവം ഉച്ചരിക്കണം. ഐന് മാറി ഗൈനാവാനോ അല്ലെങ്കിൽ ഹ ആവാനോ പാടില്ല. നഅ്ബുദു എന്ന് ഉച്ചരിക്കണം. വ ഇയ്യാക അവിടെയും യാഇൻ്റെ ഷദ് ശ്രദ്ധിക്കണം. നസ്തഈൻ വഖഫ് ചെയ്യുമ്പോൾ നസ്തഈൻ എന്ന് നൂന് പൂർത്തിയായി കേൾക്കണം. നമുക്ക് ഈ ആയത്തിൻ്റെ തഫ്സീർ നോക്കാം. ഇയ്യാക നഅ്ബുദു എന്നതിൻ്റെ നേരെ അർത്ഥം നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നതാണ്. വ ഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇവിടെ ഇയ്യാക എന്ന ആ പദം മുമ്പ് വന്നതുകൊണ്ടാണ് നിന്നെ മാത്രം, നിന്നോട് തന്നെ എന്നൊക്കെ അർത്ഥം വരുന്നത്. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് നമ്മൾ പറയലോടുകൂടെ അവിടെ അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്ത്, അള്ളാഹു താലയുടെ ഏകത്വം നമ്മൾ അംഗീകരിക്കുന്നു എന്നതാണ്. അതിനു മുമ്പ് പറഞ്ഞ ആയത്തുകളിലൂടെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ പറഞ്ഞു. അള്ളാഹു താല റഹ്മാനാണ്, റഹീമാണ്, ലോക രക്ഷിതാവാണ്, അന്ത്യനാളിൻ്റെ ഉടമസ്ഥനാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹുവുമായി നേരിട്ട് അങ്ങനെയുള്ള അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, അവിടെ അള്ളാഹുവിന് മാത്രമാണ് ആരാധനയ്ക്ക് അർഹത ഉള്ളത് എന്ന് നമ്മൾ സമ്മതിച്ചുകൊണ്ടാണ് പറയുന്നത്. അതിന് തൊട്ടടുത്ത് നമ്മൾ പറയുന്നു വ ഇയ്യാക നസ്തഈൻ നിന്നെ മാത്രം, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഏത് കാര്യത്തിൽ? മുഴുവൻ കാര്യത്തിലും. തൊട്ടു മുമ്പ് പറഞ്ഞ ഇബാദത്തിൽ അടക്കം നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞല്ലോ നമ്മൾ. ആ ആരാധന ചെയ്യാനുള്ള സഹായം പോലും അള്ളാഹു നമുക്ക് തരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞത്. കാരണം ആരാധന ചെയ്യാൻ പോലും അള്ളാഹു നമുക്ക് കഴിവ് തരണം, തൗഫീഖ് നൽകണം എന്നതാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ പല കാര്യത്തിലും പല ആളുകളോടും സഹായം ചോദിക്കാറുണ്ട്. ഭൗതിക വിഷയത്തിലും അഭൗതിക വിഷയത്തിലും നമ്മൾ സഹായം ചോദിക്കാറുണ്ട്. അസുഖം വന്നാൽ ഡോക്ടറെ കാണാറുണ്ട്. നമുക്ക് ഒരാവശ്യം വന്നാൽ തൻ്റെ വേണ്ടപ്പെട്ട ആളുകളോട് സഹായം ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മഹാന്മാരായ സ്വാലിഹീങ്ങളോട് ആത്മീയ കാര്യങ്ങളിൽ സഹായം ചോദിക്കാറുണ്ട്. ആത്മീയമായാലും ഭൗതികമായാലും അഭൗതികമായാലും ഏത് കാര്യത്തിലും അള്ളാഹുവിനോട് മാത്രമാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത് എന്നാണല്ലോ നമ്മൾ അവിടെ പറഞ്ഞത്. വ ഇയ്യാക നസ്തഈൻ എന്നതിൻ്റെ അർത്ഥം അങ്ങനെയാണ്, നിന്നോട് മാത്രം ഞങ്ങൾ എല്ലാ കാര്യവും സഹായം ചോദിക്കുന്നു എന്ന വിശാലമായ അർത്ഥമാണ്. അപ്പോൾ എന്താണതിൻ്റെ ആശയം? നമ്മൾ മുമ്പ് ഹംദിനെ കുറിച്ച് പറഞ്ഞതുപോലെ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിശദീകരിച്ചല്ലോ, ഏതൊരു നല്ല കാര്യവും, സ്തുതിക്ക് അർഹതയുള്ള ഏതൊരു നല്ല കാര്യവും അത് അള്ളാഹുവിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്ന വാക്ക് അവിടെ അതിൻ്റെ ആശയം നമുക്ക് മനസ്സിലാകുന്നു. അതായത് ഏതൊരു നല്ല കാര്യവും മനുഷ്യൻ ചെയ്താലും അത് അള്ളാഹു ചെയ്താലും ഏത് ഒരു സൃഷ്ടി ചെയ്താലും അള്ളാഹു തആല കഴിവ് കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് സ്തുതിക്കപ്പെടാൻ അർഹത അള്ളാഹുവിനാണ് എന്നാണല്ലോ അൽഹംദുലില്ലാഹ് എന്നതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞത്. അതുപോലെ ഏതൊരു കാര്യത്തിലും
നമ്മൾ സൃഷ്ടികളോട് നേരിട്ട് സഹായം ചോദിച്ചാലും അള്ളാഹുവിനോട് നേരിട്ട് സഹായം ചോദിക്കുമ്പോഴും സഹായം ചോദിക്കുന്നതിൻ്റെ മടക്കം അള്ളാഹുവിലേക്കാണ്. കാരണം ഒരു മനുഷ്യനോട് നമ്മൾ, ജീവിച്ചിരിക്കുന്ന മനുഷ്യനായാലും വഫാത്തായി പോയ മഹാന്മാരുടെ അർവാഹുകളാണെങ്കിലും മലായിക്കത്താണെങ്കിലും, നമ്മൾ ഒരാളോട് ഒരു സൃഷ്ടിയോട് സഹായം ചോദിക്കുമ്പോൾ ആ സൃഷ്ടിക്ക് നമ്മെ സഹായിക്കണമെങ്കിൽ അല്ലാഹു തആല കഴിവ് കൊടുത്തിട്ടേ കഴിയൂ എന്ന് ഒരു സത്യവിശ്വാസി വിശ്വസിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊരു കാര്യം നമ്മൾ സഹായം ചോദിക്കുമ്പോഴും അത് അള്ളാഹുവിലേക്കാണ് മടങ്ങുന്നത്. ഈ വിശാലമായ